വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, എന്ത് വിശേഷമല്ലേ? ലോക്ക്ഡൗൺ പീരീഡിൽ എന്ത് കൂടുതൽ പറയാനാണ്. എല്ലാവരും വീട്ടിൽ തന്നെ, എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുന്നു, അച്ചടക്കത്തോടെ ഇരിക്കുന്നു. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നോ കോണ്ടാക്ട്. നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് മാത്രം സംസാരം. ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. ഞാനും ഇങ്ങനെ തന്നെ. അപ്പോൾ വീട്ടിലുള്ള പച്ചക്കറികൾ ഒക്കെ സ്റ്റോക്ക് തീരാറായി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, കുറച്ച് ദിവസം കഴിക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. സൈഡ് ഡിഷ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ വീട്ടിൽ ഫ്രീസറിൽ ഉണ്ടായിരുന്ന ചിക്കൻ ബ്രസ്റ്റ് എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പം നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പിക്കിളാണ്. അപ്പം ഞാൻ ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ട് പിക്കിള് എങ്ങനെ ഈസി ആയിട്ട്, അതും എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ടേസ്റ്റി ആയിട്ട് എങ്ങനെ പിക്കിള് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ പിക്കിളിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറയൂലേ, ഒരു കുടം എന്ന് പറയണ, അത് 1.5 കുടം നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് അരിഞ്ഞെടുത്തേക്കാണ്. പിന്നെ ഒരു 2.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ലൈസായിട്ട് അരിയണമെങ്കിൽ അരിയാം, ഇടിക്കണമെങ്കിൽ ഇടിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കായപ്പൊടിയാണ്, ഇത് മുളക് പൊടി, ഉപ്പ്, ചിക്കൻ ഇത് 500 ഗ്രാമിൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ആണ്. അത് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ 3/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മളിപ്പോൾ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് പൊടിക്കാനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇതൊന്ന് ജസ്റ്റ് ചൂടായി മതി. ഇതിന് എണ്ണ ഒഴിക്കരുത്, ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ഉപ്പും, ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അത് 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇതൊരു 350-400 ഗ്രാം എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള അളവാണേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ചിക്കൻ പിക്കിളിന് വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു അരമണിക്കൂർ വെക്കാം. എനിക്ക് കൂടുതൽ സമയമില്ല, ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം. പിന്നെ അതുമാതിരി ഇതിനകത്ത് ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല, കാര്യം ലോക്ക്ഡൗൺ ആണ്, എനിക്ക് പുറത്ത് പോയി മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കറിവേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ പൊരിക്കാനുള്ള എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞായിരുന്നു. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് മീഡിയം ഹൈ ടെമ്പറേച്ചറിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. പിക്കിളിനുള്ളതാണ്, അപ്പോൾ അതിൻ്റെ വെള്ളം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോകണം. അപ്പോൾ നന്നായിട്ട് പൊരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ മീഡിയം ഹൈയിലിട്ടിട്ട് പൊരിക്കുക. പിന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണല്ലോ, പെട്ടെന്ന് ആകും. അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ വെന്ത് തുടങ്ങുന്നുണ്ട്. പക്ഷെ വെന്താൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞ മാതിരിയല്ല, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റും പോകണം. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കുകയാണ്. നന്നായിട്ട് മൊരിയട്ടെ. നന്നായി പൊരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി. അപ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ കോരിയെടുത്തിട്ടുണ്ട്. അപ്പം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പം ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട്. അപ്പം അതൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ കണ്ടോ, ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല, ഇത്ര തന്നെ മതി. അപ്പം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി, അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ദേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അപ്പോൾ ദേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട്
3 ടീസ്പൂൺ മുളക് പൊടി. അച്ചാറാണ്, എന്തായാലും വേണം, ഇത്രയും എരിവ് വേണം. ഓക്കെ. പിന്നെ ശരിക്കും നമുക്ക് 4 ടീസ്പൂൺ വേണം. പക്ഷെ ആ ഒരു ടീസ്പൂൺ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ജീരകവും ഉലുവയും കൂടെ. അപ്പോൾ അത് പൊടിക്കാനായിട്ട് ഞാൻ അതിനകത്തോട്ട് 1 ടീസ്പൂണും കൂടെ മുളക് പൊടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ട്, അപ്പം അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ ചെറിയ തീയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം, അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ ചെറിയ തീയിലാണ് ഇട്ടിട്ടുള്ളത്, കാര്യം കരിഞ്ഞു പോകരുതല്ലോ. അപ്പം ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കി ചേർക്കാം. ഞാൻ ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നന്നായിട്ട് ഇളക്കുക, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി ഒരു ഇച്ചിരി തീ കൂട്ടാം കേട്ടോ. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനിടയ്ക്ക് നിങ്ങളൊന്ന് ഉപ്പ് നോക്കുക കേട്ടോ. പിക്കിളിൽ കറക്റ്റ് ഉപ്പ് വേണം, അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പ് നോക്കി എനിക്കിപ്പോൾ പാകമായിട്ടാണ് തോന്നുന്നത്. ഇനി മെയിൻ ഒരു കാര്യം ഉണ്ടല്ലോ, വിനാഗിരി. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, അത് മറന്നുപോയി, സോറി. അപ്പോൾ വിനാഗിരി ഒഴിക്കാം. അപ്പോൾ ഇതിൽ ഒരു 350-400 ഗ്രാം ചിക്കൻ. അപ്പോൾ നമുക്കൊരു 1 കപ്പോളം വിനാഗിരി ആവശ്യമുണ്ട്. പിന്നെ അത് നോക്കി ചേർക്കുക, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട്. ചിലപ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് പിക്കിൾ ഭയങ്കര തിക്കായിട്ട് വേണം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അതൊന്ന് മൂടിയിട്ടിട്ടൊന്ന് തിളപ്പിക്കുക. ചിക്കനിലേക്ക് ആ പുളിയും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ മൂടി വയ്ക്കുകയാണേ. അപ്പോൾ 5 മിനിറ്റ് ഞാൻ മൂടിയിട്ടേക്കായിരുന്നു. അപ്പോൾ തുറന്നു നോക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുകയാണ്. ഒരു ഇച്ചിരിയും കൂടെ ഉപ്പ് വേണം. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. അപ്പം ഈ ഒരു പാകത്തിലെടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഗ്രേവി വേണം, കാര്യം ഇത് ഇരിക്കും തോറും ഇതിലേക്ക് പിടിച്ചിട്ട് ഇത് തിക്കായി വരും. അപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ വിനാഗിരി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞിട്ടുള്ള 1 കപ്പ് തന്നെ വേണം. ഞാൻ 3/4 കപ്പിൽ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചേ, നടക്കില്ല. അപ്പോൾ ഇനി ഇത് തിളപ്പിക്കുക. ഉപ്പുണ്ട്, ഇനി ഉപ്പ് ചേർക്കണ്ട. ഇനി മെയിൻ കാര്യം, ഇതൊന്ന് തിളച്ചതിന് ശേഷം കേട്ടോ. ഇതിപ്പോൾ തിളച്ചു. ഇനി ഇതിനകത്തോട്ട് കായപ്പൊടി. ഇതപ്പോൾ കായം ഞാൻ കൈ കൊണ്ടാണ് ചേർക്കുന്നത്, കാര്യം എനിക്ക് ഇത് കൈയളവാണേ. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി ചേർക്കുക. എന്താ, അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാകും. അപ്പോൾ അത് ചേർക്കുക. പിന്നെ കായം, ഉലുവ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണ് മണം കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക. എനിക്ക് ഇച്ചിരി കായം മുന്നിട്ട് നിൽക്കുന്ന ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കായം കുറച്ചധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് നല്ലത്. ഇന്ന് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റ് കിട്ടുക. അപ്പോൾ ഇത് റെഡി ആയിട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ പിക്കിൾ റെഡിയാണ്. ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഞാനിത് എന്താണ് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാൻ പറയാത്തതെന്ന് വെച്ചാൽ, നമ്മൾ അച്ചാർ ചൂടാറിയിട്ടുണ്ടെങ്കിൽ കുപ്പിയിലാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയുള്ള കുപ്പിയിൽ, അപ്പം അറിയാലോ എന്താ പറയുക, അതിനകത്തോട്ട് ഒട്ടും വെള്ളം പാടില്ല. അപ്പം മാക്സിമം ഗ്ലാസ് ജാറുകളിലാക്കിയിട്ട് അടച്ച് എയർ ടൈറ്റ് ആയിട്ട് വെക്കുക. അപ്പം ഇങ്ങനെയാണ് പിക്കിൾ ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പം കറിവേപ്പില ചേർക്കാൻ ഞാൻ പറഞ്ഞുതരാം, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് പോയി മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് മെൻഷൻ ചെയ്യൂട്ടോ കമൻറ്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഈസി ആയിട്ട് ചിക്കൻ പിക്കിൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പം നല്ല മണമാണ്, മണം മാത്രമല്ല നല്ല രുചിയാണ്. അപ്പം 2 ഡേയ്സ് കഴിഞ്ഞിട്ട് എടുക്കുക. ഞാൻ സെയിം ഡേ തന്നെ ഒന്ന് കഴിച്ചു നോക്കിട്ടോ, എനിക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പക്ഷെ സെയിം ഡേ കഴിക്കുമ്പം ആ ഒരു പുളിയും ഉപ്പും ഒന്നും ഉള്ളിൽ ചെന്നിട്ടുണ്ടാവില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഗ്യാരണ്ടിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ തവണയും പറയുന്നത് മാതിരി ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ